സ്മാർട്ട് മണി യൂട്യൂബിൽ. പക്ഷെ എൻട്രി കിട്ടുന്നുണ്ട്, ഇതന്നെ ഇമോഷൻ കൺട്രോൾ കിട്ടില്ല. അപ്പൊ ഇമോഷൻ ഇപ്പോൾ ട്യൂട്ടൻസിൽ വന്നപ്പോൾ ഇമോഷൻ എനിക്ക് കൺട്രോൾ കിട്ടാൻ തുടങ്ങി. ഇല്ല ബിഗിനർക്ക് പിന്നെ പഠിച്ചു വെക്കാൻ സിമ്പിൾ ആണ്, സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നല്ല നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ഇതാണ്, സ്ട്രാറ്റജിയാണ്. ഇതിൽ നല്ല നല്ല സ്ട്രാറ്റജിയും നല്ല നല്ല എന്താ പറയണ്ടേ, നമുക്ക് ട്രേഡിംഗ് എങ്ങനെ ചെയ്യും, എങ്ങനെ തുടങ്ങണം എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. വെർത്താണ്, കാരണം നമ്മൾ അത് പഠിക്കണം. പഠിക്കാതെ നമ്മൾ 50,000 രൂപ എടുത്ത് നാളെ ഇത് സ്ട്രാറ്റജി ഇട്ട് നമുക്ക് അപ്ലൈ ആണ് കാര്യമില്ല. പക്ഷെ അത് വർത്താണ്, അത് പഠിക്കണം. അവർ പറഞ്ഞ പോലെ പഠിച്ചില്ലെങ്കിൽ അത് നല്ല വർത്താണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അഭിപ്രായം ആയാലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഇമോഷൻ കൺട്രോൾ കിട്ടില്ല. അപ്പൊ ഇമോഷൻ ഇപ്പോൾ ട്യൂട്ടൻസിൽ വന്നപ്പോൾ ഇമോഷൻ എനിക്ക് കൺട്രോൾ കിട്ടാൻ തുടങ്ങി. ചില ആൾ ബിഗിനർ 2,000 കൊടുത്താൽ നാളെ മുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, ഒരിക്കലും വിജയിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് ഹായ്, വിശേഷങ്ങൾ ഹബീബി? സുഖം. അടിപൊളി എന്തൊക്കെ ശേഷം? അടിപൊളിയായിട്ട് പോകുന്നു ബ്രോ. ആ, ഓക്കെ, എങ്ങനെയുണ്ട് കോഴ്സൊക്കെ എങ്ങനെ പോകുന്നത്? കോഴ്സൊക്കെ നല്ല കോഴ്സാണ്. പിന്നെ ബ്രോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിഗിനർ ആയിട്ടാണോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? ഇന്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്റർമീഡിയറ്റ്. ഇതിനു മുന്നേ ഏതായിരുന്നു കോഴ്സ് കഴിഞ്ഞ്? കോഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായില്ല, യൂട്യൂബ് തന്നെ മെയിൻ ആയിട്ട് സ്മാർട്ട് മണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയുണ്ട്? പിന്നെ ഇത് ഇപ്പൊ എത്രയായി ബ്രോ സ്റ്റാർട്ട് ചെയ്ത കോഴ്സ്? ഏതാണ്, ഇതാണോ ട്യൂട്ടൻസിലാണോ? ആ, ട്യൂട്ടൻസിൽ ഓൾമോസ്റ്റ് 1 മന്ത് ആയി. 1 മന്ത് ആയി. 1 മന്ത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫിനിഷ് ആയോ? ആ, ഫിനിഷ് ആയി. നല്ല ഒരു സൂം മീറ്റിംഗ് ആയാലും എല്ലാം നല്ല നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ഇതാണ്, സ്ട്രാറ്റജിയാണ്. ബ്രോ ഇത് വിശ്വസിച്ചായിരുന്നോ? 1 മാസം കൊണ്ട് ഫോറക്സ് ഇതേപോലെ പഠിച്ച് സെറ്റ് ആവാൻ വേണ്ടി പറ്റുന്ന വിശ്വസിച്ചായിരുന്നോ? ഇല്ല അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആണ്, അതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ പ്രത്യേകത. ഓക്കെ. എങ്ങനെയുണ്ട് ഇതുവരെ ട്യൂഷൻസിന്റെ കൂടെയുള്ള ജേർണി എങ്ങനെയുണ്ടായിരുന്നു? ട്യൂഷൻസിന് കൂടെ ഒരു അടിപൊളി ചെറിയായിരുന്നു ഉള്ള പറയാനല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അഭിപ്രായം ആയാലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഫാസിൽ ബ്രോ തന്നെ അന്ന് സൂം മീറ്റിംഗിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ. സൂം മീറ്റിംഗിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പാടെ തന്നെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഡൗട്ട് ക്ലിയർ ആക്കി തരുന്നുണ്ട്. അത് ശരി. അതെ. ലൈവ് മാർക്കറ്റിലൊക്കെ നല്ല അപ്ലൈ ചെയ്ത് നോക്കിയോ TMC സ്ട്രാറ്റജി? ലൈവ്. അല്ല, നമ്മൾ ആ, ഡെമോ ആയാലും മറ്റേ ബാക്ക് ടെസ്റ്റ് അല്ലല്ലോ, നമ്മൾ ലൈവ് മാർക്കറ്റ്. അല്ല ഡെമോ വെച്ച് ചെയ്യുന്നുണ്ട്. അത് കോൺഫിഡൻസ് അഭിപ്രായം കുറെ സ്ക്രീൻഷോട്ട് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ. എങ്ങനെയുണ്ട് മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ സക്സസ് ആയോ TMC? അപ്പൊ അടിപൊളിയല്ലേ, എത്ര സക്സസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്? പറയാം. മാക്സിമം എത്ര കിട്ടിയിട്ടുണ്ട് വിന്നിംഗ് റേഷ്യോ? വിന്നിംഗ് റേഷ്യോ 1:3 തന്നെ എടുക്കലുള്ളൂ. മാക്സിമം നോക്കലില്ല. 1:3 തന്നെ എടുക്കലുള്ളൂ. ഓക്കെ നമ്മൾ ഓക്കെ. അതിൽ വിട്ടിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. 1:3 ആകുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലോസ് ആണ്. എങ്ങനെ തോന്നുന്നു പിന്നെ ബ്രോന്? ഇപ്പം ചില ആള് ചോദിക്കുന്നില്ല, 50,000 രൂപക്ക് നിങ്ങൾ 1 മാസം പഠിപ്പിക്കുന്ന 50,000 റുപ്യ എല്ലാം ഭയങ്കര പൈസയല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു ബ്രോന്? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെർത്താണ്, കാരണം നമ്മൾ അത് പഠിക്കണം. പഠിക്കാതെ നമ്മൾ 50,000 രൂപ എടുത്ത് നാളെ ഇത് സ്ട്രാറ്റജി ഇട്ട് നമുക്ക് അപ്ലൈ ആണ് കാര്യമില്ല. പക്ഷെ അത് വർത്താണ്, അത് പഠിക്കണം. അവർ പറഞ്ഞ പോലെ പഠിച്ചില്ലെങ്കിൽ അത് നല്ല വർത്താണ്. പിന്നെ അതുപോലെ തന്നെ ചില അതന്നെ പറയാം. പൈസ തന്നിട്ട് ചാർട്ട് വരച്ചയക്കാൻ പറഞ്ഞാല് വളരെ ചുരുക്കം ആൾക്കാർക്ക്, 1-2 ആൾക്കാർക്ക് ചാർട്ട് വരക്കാൻ വേണ്ടിയിട്ട് മടി. അയ്യോ, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും അല്ല അവസ്ഥ? അതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. അപ്പൊ നമ്മളെ പ്രശ്നങ്ങൾ അവർ തന്നെ ക്ലിയർ ആക്കി തരണം. അപ്പോൾ ചാർട്ട് വരച്ചു കൊടുക്കുക. അഥവാ അത് ഫോൾട്ടും കാര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഇതേപോലെ ചേർന്നിട്ട് അഭിപ്രോക്ക് ഒരു ചാർട്ട് ഞാൻ വരച്ചു കൊടുത്തു. അപ്പോൾ അഭിപ്രോ പറഞ്ഞു ഫസ്റ്റ് ഇങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റ് തൊട്ടേ വരണം. ഞാൻ ഹയർ ഹൈ ഹയർ ലോ ആണ് വരച്ചത്. അപ്പോൾ അഭിപ്രോ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ അതല്ല വരുന്നത്, അവരുടെ സ്റ്റാർട്ടിങ് ട്രൂ ട്രെൻഡ്സിന്റെ എന്താണ് സ്റ്റാർട്ടിങ് അതുമുതലാണ് നമുക്ക് അഭിപ്രോ ട്രെയിനിങ് തന്നത്. യെസ്. അപ്പൊ അതേപോലെ പോയിനെങ്കിൽ നല്ലതാണ്. അത് പിന്നെ നമ്മൾ 100% ചോദിച്ച് വാങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ മടിച്ച് കളിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നതാണ്. അത് നമ്മൾ ചോദിച്ച് നമ്മൾ ഡൗട്ട് എന്തായിക്കോട്ടെ, അത് നമുക്ക് കുറെ മുമ്പ് എനിക്കും പറ്റിയിട്ടുണ്ട്. മണ്ടത്തരം ആയി പോവോ എന്നുള്ളൊരു ഡൗട്ട്. നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നുള്ള ചിന്തിക്കേ പാടില്ല. എക്സാക്ട്ലി എക്സാക്ട്ലി ബ്രോ. അതൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് ഇപ്പം ട്രൂസെൻസിന്റെ കോഴ്സ് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം ഫോറക്സ് ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇതെന്തോ സംഭവമാണെന്ന് വിചാരിച്ചപ്പോ ഒരുപാട് കോഴ്സുകൾ നമുക്ക് നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, പല പേരിലും പല പൈസയിലെല്ലാം. എന്തുകൊണ്ട് അവര് ട്രൂസെൻസിനെ ചൂസ് ചെയ്യണം, അല്ലെ TMC അഡ്വാൻസ് കോഴ്സ് എടുക്കണം ബ്രോന്റെ അഭിപ്രായത്തില്? അല്ല, അത് കോഴ്സ് വെച്ചാല് ഇവര് ഒന്നാമത് ഞാൻ വേറൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിട്ടില്ല. എനിക്ക് സാറിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി സാറിന്റെ യൂട്യൂബ് ചാനൽ കിട്ടിയിട്ട്. അപ്പോ ഇതിൽ നല്ല നല്ല സ്ട്രാറ്റജിയും നല്ല നല്ല എന്താ പറയണ്ടേ, നമുക്ക് ട്രേഡിംഗ് എങ്ങനെ ചെയ്യും, എങ്ങനെ തുടങ്ങണം എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. മറ്റുള്ള ഞാൻ ഇതുവരെ ചേർന്നിട്ടില്ല, എങ്ങനെയാണെന്ന് ചേർന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല. ഞാൻ ഫസ്റ്റ് ചേർന്ന കോഴ്സ് ക്യാഷ് കൊടുത്തൊരു കോഴ്സ് ചേർന്നത് സാറിന്റെയാണ്. ഓക്കെ, താങ്ക് യു. 2 വർഷമായി ഇതിന്റെ ഫീൽഡിൽ, ഈ ഫീൽഡ് 2 വർഷമായി. പക്ഷെ യൂട്യൂബ് സ്മാർട്ട് മണി യൂട്യൂബിൽ. പക്ഷെ
എൻട്രി കിട്ടുന്നുണ്ട്. ഇതന്നെ ഇമോഷൻ കൺട്രോൾ കിട്ടില്ല. അപ്പൊ ഇമോഷൻ ഇപ്പോൾ ട്രൂ ട്രാൻസിൽ വന്നപ്പോൾ ഇമോഷൻ എനിക്ക് കൺട്രോൾ കിട്ടാൻ തുടങ്ങി ഡെമോലി. ഇനി റിയൽ മണി ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കണം എങ്ങനെയാണ്. ഓക്കെ. റിയൽ മണി ആകുന്ന സമയത്ത് ഒന്നുകൂടി നമ്മൾ വിജിലന്റ് ആവും കറക്റ്റ് ആയിട്ട്. അതിലും കൂടി സക്സസ് ആയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കണ്ട. ഒന്നും നോക്കാനില്ല, അതാണ്. എങ്ങനെ നമുക്ക് ബിഗിനർ ആയിട്ട് വരുന്ന ഒരാൾക്ക് സിമ്പിൾ ആണോ അല്ല പഠിച്ചെടുക്കാൻ ഹാർഡ് ആയിരുന്നോ ബ്രോ? ഇല്ല ഇല്ല, ബിഗിനർക്ക് പിന്നെ പഠിച്ചെടുക്കാൻ സിമ്പിൾ ആണ്, സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ആവശ്യമില്ല പഠിക്കണം. ബിഗിനറായിട്ട് വന്നിട്ട് നാളെ തന്നെ ക്യാഷ് ഉണ്ടാക്കി പോകാന്നുള്ള ചിന്താഗതിയിൽ വന്നിട്ട് കാര്യമില്ല. എക്സാക്ട്ലി അത് എക്സാക്ട്ലി. നിങ്ങൾ 1,50,000 അല്ല, 1,00,000 കൊടുത്തിട്ടും കാര്യമില്ല. അത് പഠിക്കണം. നിങ്ങളെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചത് ഇത് ഇവിടുന്ന് ഇങ്ങനെ എൻട്രി എടുക്കണമെന്ന് കാണിച്ചത്. അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് പഠിക്കണം. ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ആയാലും പഠിക്കണം, എങ്ങനെയായാലും പഠിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് കാര്യമില്ല. എക്സാക്ട്ലി. ചില ആൾ ബിഗിനർ 2,000 കൊടുത്താൽ നാളെ മുതൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, ഒരിക്കലും വിജയിക്കുകയും ചെയ്യില്ല. പഠിക്കണം. ഇതിന്റെ ബാക്കിൽ കൂടിയെങ്കിൽ എന്തായാലും ഇത് വിജയിക്കും. അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടാകുമ്പം എനിക്ക് അത്ര ദിവസം കൊണ്ട് മണാലി ട്രിപ്പ് പഠിക്കാൻ വേണ്ടി പറ്റും ചോദിക്കുന്ന മാതിരിയാണ് എനിക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 100% പ്രോഫിറ്റ് എപ്പോൾ എടുക്കാൻ പറ്റും എന്ന് ചോദിക്കല്. സത്യല്ലേ? ഞാൻ കുറെ കമ്പനി കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് $100 എടുത്താൽ നാളെ നമുക്ക് ആ പൈസ പിടിക്കാൻ പറ്റും. അല്ല, അതിൽ കാര്യമില്ല. പഠിക്കണം. ഹാർഡ് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. തീർച്ചയായും ഹാർഡ് വർക്ക് തീർച്ചയായും. ചെയ്താൽ നമുക്ക് എന്തായാലും ഇതിൽ പ്രോഫിറ്റബിൾ ആണ്. നല്ല സ്ട്രാറ്റജിയാണ്, അടിപൊളി സ്ട്രാറ്റജിയാണ്. താങ്ക് യു ബ്രോ. താങ്ക് യു. പിന്നെ പഠിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ലൈവ് അക്കൗണ്ടിലൊക്കെ പ്രോഫിറ്റ് എടുത്തിട്ട് ഷെയർ ചെയ്യുക. നല്ലൊരു ഫ്യൂച്ചർ ആട്ടെ ബ്രോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.